കുറേ ദിവസങ്ങളായിട്ട് നല്ല പെയ്ത്തുണ്ടായിരുന്നു. വലിയ ശക്തമായിട്ടല്ലെങ്കിൽ ഇടവിട്ടെല്ലാം പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരു തെളിഞ്ഞ ദിവസം ഉണ്ടായില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പോൾ ഇന്ന് അല്പം വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്, ഉച്ച കഴിഞ്ഞ സമയമാണ്. അപ്പോൾ നല്ല തെളിച്ചമുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഈ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറേ വിറകൊക്കെ പെറുക്കി ഇവിടെ നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് പെറുക്കി ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി എടുത്തുകൊണ്ട് പോകണം. മഴയൊക്കെ കാരണം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ വിറകൊക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. നമുക്കിപ്പോൾ മഴയൊക്കെ അല്ലേ, തീയൊക്കെ കത്തിക്കാനായിട്ട് ഒത്തിരി പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ അതായത് എൻ്റെ ഈ പ്രായത്തിൻ്റെ ഈ ഒരു കാലയളവ് വരെയുള്ള ജീവിതകാലത്തെ ഒരു 4ആയിട്ട് വിഭജിച്ചാൽ അതിൽ 3 ഭാഗവും കൂടുതൽ കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നു. അതിൽ അതായത് ആദ്യം ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു ബാല്യകാലത്തിൽ ശരിക്കും പറഞ്ഞാൽ പട്ടിണിയും പഞ്ഞവും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോയ കുറേ കാലഘട്ടമായിരുന്നു. പിന്നീട് കൗമാരവും അതുപോലുള്ള അപ്പോഴും പ്രയാസങ്ങൾ നമ്മളെ വിട്ടുമാറിയിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ വിറക് പെറുക്കിയും അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അമ്മ പണിക്ക് പോകുന്നിടത്തൊക്കെ പണിക്ക് പോയും വിറക് ശേഖരിച്ച് വിറ്റും പുല്ല് പറിച്ച് വിറ്റും അങ്ങനെയൊക്കെയാണ് കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട കുറേ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒത്തിരി അങ്ങ് നമ്മൾ സാമ്പത്തികാവസ്ഥ നേടി എന്നൊന്നുമല്ല, എന്നിരുന്നാലും ഒരു ചെറിയ ജോലി ഉള്ളത് കൊണ്ട് അത്യാവശ്യം തട്ടിമുട്ടി കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന അത്യാവശ്യം ഇതുപോലെ വിറകോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറമ്പിലേക്കൊക്കെ ഇറങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെയുള്ള ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അത്ര വലിയ ആക്ഷേപമായിട്ട് തോന്നുന്നില്ല പറയുന്നത്. കാരണം പ്രയാസങ്ങളുടെ നടുവിൽ നട്ടം തിരിഞ്ഞൊരു അവസ്ഥകളിൽ കൂടി പിന്നിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ വിറകൊക്കെ പെറുക്കി വെച്ചിരിക്കുന്ന മഴയ്ക്ക് മുന്നേ അത് പെറുക്കി ശേഖരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിറക് പെറുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകട്ടെ. ഈ തോട്ടത്തിലൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്ത് ഓടിച്ചാടി കളിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. ഓരോ റബ്ബറിൻ്റെ ചുവട്ടിലും സാറ്റ് കളിക്കുമ്പം ഓടിപ്പോയി ഒളിച്ചിരുന്നതും, അതുപോലെ ഈ പറമ്പിനപ്പുറത്തായിട്ട് വലിയൊരു മൂവാണ്ടൻ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മാവിൽ നിന്ന് മാങ്ങ എറിഞ്ഞിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഒളിച്ചു കൊണ്ടിരുന്ന മുളക് പൊടിയും ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് കൂട്ടുകാരെല്ലാം കൂടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഇത് അന്ന് വന്ന് നമ്മൾ വിറക് പെറുക്കാൻ വരുന്ന ദിവസം ഇവിടെ എല്ലാം നല്ല മരം വെട്ടി തെളിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നേ. ഇപ്പോഴതാണ് കണ്ടില്ലേ, 2 മഴ പെയ്തപ്പോഴത്തേക്കിന് മുഴുവനും കാട് കയറി. ഇനി ഈ കാടിനെ വെട്ടി തെളിച്ച് വഴി ഒരുക്കിക്കൊണ്ട് വേണം എനിക്ക് എൻ്റെ വിറക് പെറുക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എന്തോ ഒരു കൊടും കാടാണെന്ന് എനിക്ക് വല്ലതൊക്കെ കയറി കിടന്നാൽ എൻ്റെ കേസ് തീരും. പക്ഷേ ഈ അരിവാളുണ്ട്, ഇതുകൊണ്ട് വഴി വെട്ടി ഒരുക്കി ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാണ്. എന്തായാലും ദൈവത്തെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഭയങ്കര കാടാണ്, ഇത് കണ്ടോ. നാട്ടിൻപുറത്തെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പ്രകൃതിയുമായിട്ട് ഇണങ്ങി സമരസപ്പെട്ടുള്ളൊരു ജീവിതം. എന്തൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുത്തുകൊണ്ടുള്ളൊരു ജീവിതമാണ്. കുറേ സമയമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കാടൊക്കെ ഒരു വിധത്തിൽ കുറച്ചൊക്കെ ഒന്ന് വെട്ടി ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ വെട്ടി തെളിച്ച് വലിയ ഘോര ഇഴജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമായിട്ടുള്ള ഒരു ചെറിയ വഴി തെളിച്ചു. കണ്ടില്ലേ, വഴി തെളിച്ചിട്ടു ഞാൻ. അപ്പോൾ ആ വഴിയെ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ദൈവത്തെ വിളിക്കുകയാണ്. ഇവിടെ വല്ല ഭീമാകാരനും കിടപ്പുണ്ടെങ്കിൽ. കണ്ടില്ലേ, ഭയങ്കര കാടാണ്. പോരാതിന് തൊട്ടപ്പുറത്തൊരു ശവക്കോട്ടയും ഉണ്ട്. നമ്മൾ വിറകിരിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടു. കണ്ടില്ലേ, പുല്ല് കയറി കിടക്കുകയാണ്. വിറകിൻ്റെ മേലെ പുല്ല് പടർന്ന് കയറിയിരിക്കുന്ന. അപ്പം അതിനെയെല്ലാം ഇനിയും വകഞ്ഞു മാറ്റിയിട്ട് വിറകിനെ വലിച്ചെടുക്കണം എനിക്ക്. വിറക് പെറുക്കി കെട്ടി വീട്ടിൽ കൊണ്ടുവരുന്നത് വരെയുള്ള വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് കരുതിയത് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യുക, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. പിന്നെ ഞാനാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ നേർക്കാഴ്ചകളും ഒക്കെ ആയിട്ട് പോകുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.